Audio Jungle. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA Vlog. FTA Vlogന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ പുതിയൊരാളെ കാണുന്നു, ആരാണെന്നല്ലേ? അത് മറ്റാരുമല്ല, എൻ്റെ ബ്രോ ആണ്. ഓക്കെ, അപ്പൊ എൻ്റെ ബ്രോ കൂടി ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ കൂടെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടു. സോൾഡ് സ്റ്റേറ്റിന്റെ 9 എപ്പിസോഡുകൾ ഞാൻ റിലീസ് ചെയ്തു, അപ്ലോഡ് ചെയ്തു. 9 എപ്പിസോഡിന് നല്ല വ്യൂവേഴ്സിനെ കിട്ടുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് എനിക്കതിന് മനസ്സിലാവുന്നത്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സിനകത്തുള്ള നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഇഫക്റ്റും പാക്കിംഗ് എഫിഷ്യൻസി കണ്ടെത്തുന്നതാണ്. എല്ലാവരും അത് എഴുതി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ്സ്, അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് ദി സോളിഡ്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ ബ്രോയുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ട്, വളരെ സന്തോഷം. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് ബ്രോ കടന്നത്. അപ്പോൾ ആദ്യം ഒരു കുക്കറി ഷോയിലാണ് തുടങ്ങിയത്, പിന്നീട് അങ്ങോട്ട് കുറച്ച് നാഷണൽ സർവീസ് ടീമിൻ്റെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ വീഡിയോ ഇട്ടു. ആ വീഡിയോയ്ക്ക് ശേഷമാണ് ക്ലാസ്സിലേക്ക് പോകാമെന്നൊരു ചിന്തയുണ്ടായത്. അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് തുടങ്ങിയത്. റിവിഷൻ ക്ലാസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ റിവിഷൻ ക്ലാസ്സിൽ +1 പരീക്ഷയോടനുബന്ധിച്ച് ഒരുപാട് കുട്ടികൾ അത് ഇഷ്ടപ്പെടുകയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലൈക്കുകൾ, ഏകദേശം ഒരു 10-80,000 ആൾക്കാരൊക്കെ ആ റിവിഷൻ വീഡിയോസൊക്കെ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റീവായി. അങ്ങനെ കുട്ടികളുടെ വളരെ താല്പര്യം, അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ താല്പര്യം കൊണ്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു ക്ലാസ്സിലേക്ക് കടന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാ വീഡിയോകളും പരമാവധി നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നാണ് എനിക്ക് ബ്രോയ്ക്ക് വേണ്ടി പറയാനുള്ളത്. അത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമേ യൂട്യൂബിൻ്റെ സജഷൻ ബോക്സിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഓരോ വീഡിയോ കാണുമ്പോഴും ലൈക്ക് ചെയ്യുക, അത് കുറേ തവണ കാണുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ സ്കൂളിനകത്ത് ഇത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, മറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നല്ല അഭിപ്രായങ്ങൾ, കമൻറ്റുകളുണ്ട്. എത്ര നിങ്ങൾ ഓരോ വീഡിയോ കഴിയുമ്പോഴും കമൻറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കണം. കമൻറ്റുകൾ ഇടുന്നത് യൂട്യൂബിൻ്റെ റീച്ച് കിട്ടാൻ വളരെ സഹായിക്കും. അപ്പോൾ കമൻറ്റുകൾ ഇടുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല പുള്ളിക്കാരൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 100-200 കുട്ടികളാകുമ്പോഴും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എൻട്രി വരുമ്പോഴും അതിനകത്ത് നോട്ട്സ് ഇട്ട് തുടങ്ങും. ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ പേജ് ആയിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇടും. അതുപോലെ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനകത്തേക്ക് തരും. അങ്ങനെ അത് കാണുക. പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് നിങ്ങൾ ചില നിർദ്ദേശങ്ങളും ഇനി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ടാബിനകത്തേക്ക് ഇടും. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ വാട്സപ്പ് ലിങ്ക് ജോയിൻ ചെയ്തിട്ട് വാട്സപ്പിലിടുന്ന നോട്ട്സുകൾ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ പ്ലേ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം നിങ്ങൾ കാണുക. ഈ ക്ലാസ് സോൾഡ് സ്റ്റേറ്റിൻ്റെ അവസാനത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു അല്ലേ? സോൾഡ് സ്റ്റേറ്റ് അവസാനത്തെ എപ്പിസോഡാണ്. ആ എപ്പിസോഡ് നിങ്ങൾ കാണുക. അപ്പോൾ എല്ലാവരും ബ്രോയ്ക്ക് വേണ്ടി ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സോൾഡ് സ്റ്റേറ്റിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് പോവാണ്. ഇതിനകത്ത് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് ടെട്രാഡൽ വേർഡിൻ്റെ എണ്ണവും ഒക്ടാഡൽ വേർഡിൻ്റെ എണ്ണവും ഒരു യൂണിറ്റ് സെല്ലിനകത്ത് എത്ര വരുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ഒരു ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഒരു 3-4 പ്രോബ്ലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ഒടുവിലായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ബാൻഡ് തിയറി, അതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ ഫെറോ മാഗ്നറ്റിസം, ആൻറ്റി ഫെറോ മാഗ്നറ്റിസം, ഫെറി മാഗ്നറ്റിസം വരെ N ടൈപ്പ്, P ടൈപ്പ്, സെമി കണ്ടക്ഷൻ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ എപ്പിസോഡാണ്. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം ക്ലോസ് പാക്കിംഗ് സമയത്ത് ഒന്നുകിൽ ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ കിട്ടും, അല്ലെങ്കിൽ ഹെക്സേണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ കിട്ടും. അതായത് CCP, HCP. ABC പാറ്റേണിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെ മുകളിൽ പാർട്ടിക്കിൾ വെച്ചിട്ടാണ് ഉണ്ടാവുക. അതാണ് നമ്മൾ CCP അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ AB ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ
ടെട്രാഡൽ വോയിഡ്സിൻ്റെ മുകളിലാണ് പാർട്ടിക്കിൾ വെക്കുക. അതിനെയാണ് നമ്മൾ എ ബി ടൈപ്പ് എന്ന് പറയുന്നത്. അതിനെ ഹെക്സണൽ ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻ്റ് എന്ന് വിളിക്കും. ഈ രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴും അതിനകത്ത് ഒന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും. അപ്പോൾ അതിനൊരു ഫോർമുല നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ. ഫോർ n sphere number of octahedral void is n, and for n sphere number of tetrahedral void is 2n. ഓർമ്മയുണ്ടോ? യെസ്. അത് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അധികവും ആ ഭാഗം അങ്ങനെ ആരും സ്ട്രെസ് ചെയ്യാറില്ല. എന്നാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഈ ഒരു ക്യൂബ് ശ്രദ്ധിക്കുക. ഇത് ക്യൂബല്ല, കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. ഇതിൽ ഞാൻ ക്യൂബാണെന്ന് വിചാരിക്കുക. ഈ ക്യൂബിനകത്ത് 8 കോർണറിലായിട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ. അതുപോലെ എല്ലാ ഫേസിലും, സ്പേസിൻ്റെ സെൻറ്ററിലും പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ. ഇനി ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡ് എവിടെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. വി ഹാവ് ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ട ഫേസ് എന്ന് പറയുന്നത്, പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, ഈ പാർട്ടിക്കിൾ എടുക്കുക. ഈ ഫേസിലെ പാർട്ടിക്കിൾ, ഈ ഫേസിലെ പാർട്ടിക്കിൾ, ഈ ഫേസിലെ പാർട്ടിക്കിൾ, ഈ ഫേസിലെ പാർട്ടിക്കിൾ, ഈ 4 ഫേസിലെ പാർട്ടിക്കിളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക. ഈ 4 ഫേസിലെ പാർട്ടിക്കിളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ആ സ്ക്വയറിൻ്റെ കോർണറിലേക്ക് മുകളിലെ പാർട്ടിക്കിൾ അങ്ങോട്ട് കണക്ട് ചെയ്യുക. ഇവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്യുക, ഇവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്യുക, ഇവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്യുക, ഇവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്യുക. അതുപോലെ താഴെയുള്ള പാർട്ടിക്കിൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക, ഇവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്യുക, അവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്യുക, അവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ഒരു ഒക്ടാഹെഡ്രൻ കിട്ടും. ഇതുപോലെ ഒരു സ്ക്വയർ ഇങ്ങോട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു, താഴെ കണക്ട് ചെയ്തു. അപ്പോൾ എത്ര ഫേസ് ഉണ്ടാവും? 8 ഫേസ് ഉണ്ടാവും. എത്ര കോർണർ ഉണ്ടാവും? 6 കോർണർ ഉണ്ടാവും. 6 കോർണർ, ഇതാണ് 6 കോർണർ. 8 ഫേസുള്ള ഒക്ടാഹെഡ്രൻ നമുക്ക് ഇവിടെ സെൻറ്ററിൽ കിട്ടും. അപ്പോൾ ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ഈ യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിൽ നമുക്ക് കിട്ടി. ക്ലിയർ? ഇനിയോ ഈ കോർണർ എടുക്കുക. ഈ കോർണറിൽ ഈ പാർട്ടിക്കിളും ഒക്ടാഹെഡ്രന്റെ മുകളിലെയും താഴ്വശവും ആയി കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിക്കിളാണ്. ഈ യൂണിറ്റ് സെല്ലിനകത്ത് ഈ ഫേസിലെ പാർട്ടിക്കിളും എടുത്തിട്ട് ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള യൂണിറ്റ് സെല്ലിനകത്തുള്ള ഫേസ് പാർട്ടിക്കിളും ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള യൂണിറ്റ് സെല്ലിൽ ഫേസ് പാർട്ടിക്കിൾ എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, പിന്നെ ഇവിടെയുണ്ട്. അപ്പോൾ 1 2 3 4. നിങ്ങൾ ഈ യൂണിറ്റ് സെല്ലിൽ കുറേ എണ്ണം അപ്പുറത്ത് കുറേ യൂണിറ്റ് സെല്ല് കൂടി ചേർന്നിട്ടാണല്ലോ ക്രിസ്റ്റൽ ഉണ്ടാവുക. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ല് മാത്രം കരുതരുത്. അപ്പോൾ ഒരുപാട് യൂണിറ്റ് സെല്ല് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കോർണറിൽ ഷെയർ ചെയ്യുന്ന ഈ യൂണിറ്റ് സെല്ലും ഇപ്പുറത്തുള്ള യൂണിറ്റ് സെല്ല് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഫേസും ഇതിനകത്തുള്ള ഈ 2 എണ്ണവും ഇതിൻ്റെ ഫേസും എന്നിട്ട് സ്ക്വയർ കിട്ടും. ആ സ്ക്വയർ ഒന്ന് ഈ കോർണറിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ മുകളിൽ ഒരു ഒക്ടാഹെഡ്രൻ ഫോം ചെയ്യും. താഴെയുള്ള ഈ കോർണർ അതിലേക്ക് കണക്ട് ചെയ്യും. താഴെയും ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ഇവിടെ കിട്ടും. ഒരു ഒക്ടാഹെഡ്രൽ ഇവിടെ ഫോം ചെയ്യും. ആ ഒക്ടാഹെഡ്രൽ എത്ര മാത്രമേ ഇതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ? 1/4 പാർട്ട് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ഈ യൂണിറ്റ് സെല്ലിന് 1/4 പാർട്ട് മാത്രമേ ഒക്ടാഹെഡ്രൻ ഉണ്ടാവുകയുള്ളൂ. കാരണം തൊട്ടിപ്പുറത്തുള്ള യൂണിറ്റ് സെല്ലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒക്ടാഹെഡ്രൽ വോയിഡിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്. ഈ എഡ്ജിന് ഉണ്ടാക്കുന്ന ഒക്ടാഹെഡ്രൽ വോയിഡ് ഈ എഡ്ജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/4 ആണ്. 1/4 ആണ്. ഓക്കെ. കാരണം ഈ എഡ്ജിലാണ് ഷെയർ ചെയ്തുകൊണ്ട് ഇപ്പുറത്തൊക്കെ യൂണിറ്റ് സെൽ ഉണ്ട്. അപ്പോൾ 1/4 ആണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക, അപ്പോൾ അതിൽ ഇവിടെ ഒരു ഫേസ് ഉണ്ടാവും, ഇവിടെ ഒരു ഫേസിന് സെൻട്രൽ പാർട്ടിക്കിൾ ഉണ്ടാവും, എല്ലാം കൂടി കണക്ട് ചെയ്ത് ഇവിടെ ഒരു ഒക്ടാഹെഡ്രൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും. ആ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ 1/4 പാർട്ട് ഇവിടെ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ എത്ര എഡ്ജ് ഉണ്ട്? 12 എഡ്ജ് ഉണ്ട് ക്യൂബിന്. 1 2 3 4 5 6 7 8 9 10 11 12 എഡ്ജ് ഉണ്ട്. അപ്പോൾ 12 എഡ്ജിൽ എന്ത് ഫോം ചെയ്യും? ഒക്ടാഹെഡ്രൻ ഫോം ചെയ്യും, ഒക്ടാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യും. അപ്പോൾ 12 ഇൻറ്റു എത്ര കോൺട്രിബ്യൂഷൻ കിട്ടുക? ഓരോ കോർണറിന് ഫുൾ കിട്ടുമോ? ഒക്ടാഹെഡ്രൽ വോയിഡ് ഇല്ലല്ലോ, 1/4 കിട്ടുന്നുള്ളൂ. അപ്പോൾ 12 ഇൻറ്റു 1/4 3. അപ്പോൾ 3 ഒക്ടാഹെഡ്രൽ വോയിഡ് എഡ്ജ് മുഖേന ഈ യൂണിറ്റ് സെല്ലിന് കിട്ടും. പിന്നെയോ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെൻറ്ററിൽ ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് നല്ല ഭംഗിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആകെ 1 + 3 4 ഒക്ടാഹെഡ്രൽ വോയിഡ് ആയിരിക്കും ഈ യൂണിറ്റ് സെല്ലിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഉണ്ടാവുക. എത്ര പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെല്ലുണ്ട്? ആദ്യം പറഞ്ഞു എത്രയാ? 4. നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെല്ല്. ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലാണെങ്കിൽ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണെങ്കിൽ 4 ആണെന്ന് പഠിച്ചു. ആ 4 പാർട്ടിക്കിൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഈ യൂണിറ്റ് സെല്ലിനകത്ത് മാത്രം നമുക്ക് എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ് കിട്ടി? 4 കിട്ടി. ഒന്നുള്ളിലുള്ളതും
എഡ്ജിന്റെ കോൺട്രിബ്യൂഷൻ ആയ 1/4 വെച്ചിട്ട് കിട്ടിയ 12 × 1/4 3യും 3 + 1 4 കിട്ടി. അപ്പൊ ആകെ 4 പാർട്ടിക്കിൾസിന് 4 ഒക്ടാഡൽ വോയിഡ് കിട്ടി. അപ്പൊ n പാർട്ടിക്കിൾസിനോ n ഒക്ടാഡൽ വോയിഡ് കിട്ടും. അതാണ് ആ ഫോർമുല അങ്ങനെ വരാൻ കാരണം. n പാർട്ടിക്കിൾസിന് n ഒക്ടാഡൽ വോയിഡ്സ് ഉണ്ടാവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചുരുക്കുകയാണ്, ഈ യൂണിറ്റ് സെല്ലിനകത്ത് എത്ര ഒക്ടാഡൽ വോയിഡ് ഉണ്ട്? ആൻസർ സെന്ററിൽ ഈ 4 ഫേസിലെ പാർട്ടിക്കിളും തമ്മിൽ കണക്ട് ചെയ്ത് മുകളിലും താഴോട്ടും കണക്ട് ചെയ്തിട്ട് ഒരു ഒക്ടാഡൽ വോയിഡ്. അതുപോലെ എഡ്ജിൽ ഉണ്ടാക്കുന്ന ഒക്ടാഡൽ വോയിഡിന്റെ 1/4 പാർട്ട്. 12 എഡ്ജ് ഉള്ളത് കൊണ്ട് 12 × 1/4 3 3 നേരത്തെ പറഞ്ഞ 1 = 4. ക്ലിയർ? ഓക്കെ. ഇനി പറയുന്നത് ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറിൽ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് നമുക്കിത് പഠിക്കാം. അപ്പം ഞാനിവിടെ ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്ക്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കുക. ഈ യൂണിറ്റ് സെല്ലിനകത്ത് 8 കോർണറിൽ 8 പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതാ ഇവിടെ 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 8 കോർണറിൽ 8 പാർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ ഓരോ ഫേസിന്റെ സെന്ററിലും ഓരോ പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, മുകളിലുണ്ട് താഴെയുണ്ട്. റെഡി? ഇനി ഞാൻ ഈ യൂണിറ്റ് സെല്ലിനെ 3 പ്ലെയിനിലൂടെ കട്ട് ചെയ്യാണ്. ഞാൻ ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ യൂണിറ്റ് സെല്ലിനെ 3 പ്ലെയിനിലൂടെ, പ്ലെയിൻ നമ്പർ 1, പ്ലെയിൻ നമ്പർ 2, പ്ലെയിൻ നമ്പർ 3 ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പൊ എനിക്ക് എത്ര പീസ് കിട്ടും? ഈ യൂണിറ്റ് സെൽ എത്ര പാർട്ടായിട്ട് മുറിയും? 8 പീസ് കിട്ടും അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 2 ആവും, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 4 ആവും. ആ 4നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 8 എണ്ണം കിട്ടും. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് 8 ചെറിയ സ്മോൾ ക്യൂബ്സ് കിട്ടും. അപ്പോൾ ആ സ്മോൾ ക്യൂബ്സിൽ എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പാർട്ടിക്കിൾ ഫുള്ളായിട്ടില്ല, 1/8 ഉള്ളൂ. അത് നമ്മൾ പഠിച്ചിരിക്കണം. 1/8 1/8 1/8 1/8 ഫേസിലാണെങ്കിൽ ഹാഫ്. ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഞാൻ ഇതിനെ കട്ട് ചെയ്യാണ്. ആദ്യം ഞാൻ ഇതിനെ ഇതിലൂടെ കട്ട് ചെയ്തു, നേരെ താഴെ വരെ കട്ട് ചെയ്തു. ഇനി ഞാൻ ഇതിനെ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഇതിലൂടെ കട്ട് ചെയ്യണം. ഇതിലൂടെ കട്ട് ചെയ്തു, നേരെ താഴെ വരെ കട്ട് ചെയ്തു. ഇനി ഞാൻ ഇതിനെ ഇങ്ങനെയും കട്ട് ചെയ്യണം. ഞാൻ സൗകര്യാർത്ഥം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ എനിക്ക് എത്ര പീസ് കിട്ടി നോക്കാം. ഇതാ ഫസ്റ്റ് പീസ്, സെക്കൻഡ് പീസ്, തേർഡ് പീസ്, ഫോർത്ത് പീസ്, ഫിഫ്ത്ത് പീസ്, സിക്സ്ത് പീസ്, 7 8 അങ്ങനെ 8 പീസ് എനിക്ക് കിട്ടി. ഓക്കെ, എനിക്ക് 8 പീസ് കിട്ടി. അപ്പോൾ 8 പീസ് എനിക്ക് കിട്ടി. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് 8 പീസ് കിട്ടി. അതിൽ ഒരു പീസ് ഞാൻ എടുത്തു. ഇതാണ് ഇതിനകത്തുള്ള ഒരു പീസ്. ഈ ഒരു പീസിന് അകത്ത് എവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട് ഇപ്പം നോക്കുക. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ ഒന്നിടവിട്ടിട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കിയാൽ 1/8 ഉള്ള എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഇവിടെയൊക്കെയാണ് 4 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. 4 സ്ഥലത്ത് വാക്കൻ്റ് ആണ്. ഇവിടെ ഇല്ല, 4 കോർണറിൽ പാർട്ടിക്കിൾ ഇല്ല, 4 കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ട്. ഇനി ഞാൻ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഏതൊക്കെ കണക്ട് ചെയ്തിട്ടാണെന്ന് അറിയോ? ഈ ഒരു പാർട്ടിക്കിൾ ഈ പാർട്ട് തമ്മിൽ കണ്ട് ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നു. അവിടെ നിന്ന് ഇവിടുത്തെ കണ്ട് ഇങ്ങോട്ട് വര വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. ശ്രദ്ധിക്കും. ഇവിടുന്ന് ഇവിടുത്തെ കണ്ട് ഒരു വര വരച്ചു, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു വര വരച്ചു, ഇവിടുന്ന് ഇവിടുത്തെ കണ്ട് ഒരു വര വരച്ചു. ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിൾ ഫോം ചെയ്ത 3 പാർട്ടിക്കിളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു പാർട്ടിക്കിൾ ഉണ്ട്. കണ്ടില്ലേ? താഴെ കണക്ട് ചെയ്ത 3 ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഈ 3 പാർട്ടിക്കിളിനെ കണക്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന ട്രയാങ്കിളിന് നേരെ എതിർവശത്താണ് ഒരു പാർട്ടിക്കിൾ എനിക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, എങ്കിൽ അതൊരു ടെട്രാഹിഡ്രൻ ആണ്. എങ്ങനെയാണ് ടെട്രാഹിഡ്രൻ? നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ നോക്കൂ. താഴെ 3 പാർട്ടിക്കിൾ ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരു ഇങ്ങനൊരു സാധനം കിട്ടി. താഴെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഞാൻ മുകളിലൊരു പാർട്ടിക്കിളിനെ ഞാൻ ഇവിടെ വരച്ചിട്ട് അതിന് ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഈ രൂപത്തിനെ എന്ത് വിളിക്കുക? ടെട്രാഹിഡ്രൻ അല്ലേ? നമ്മൾ ടെട്രാഹിഡ്രൽ വോയിഡിൻ്റെയൊക്കെ ഇത് വരക്കുമ്പോഴേ നമ്മൾ ടെട്രാഹിഡ്രൽ ഷേപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടെട്രാഹിഡ്രൻ കിട്ടി. ഇത് യഥാർത്ഥ ടെട്രാഹിഡ്രൻ ആണ് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ,
നോക്കട്ടെ. ഞാനിത് ഈ 3 കോർണറിനെ ആധാരമാക്കിക്കൊണ്ട് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, വളരെ മനോഹരമായിട്ട്, ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ, വളരെ മനോഹരമായിട്ടൊരു ടെട്രായിഡ് കിട്ടി. ഇത് താഴെയും കൂടി കട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ, വളരെ മനോഹരമായിട്ടൊരു ടെട്രായിഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വളരെ മനോഹരമായിട്ടൊരു ടെട്രായിഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ടെട്രായിഡൽ വോയിഡ് ഇതിനെ ഉണ്ടാക്കാൻ പറ്റും, ഇതിനും ഉണ്ടാക്കാൻ പറ്റും, ഇതിലും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഈ പറയുന്ന 1, 2, 3, 4, 5, 6, 7, 8 എണ്ണത്തിൽ നമുക്ക് എന്ത് കിട്ടും? ടെട്രായിഡൽ വോയിഡ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഒരു ക്യൂബിക് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 പ്ലെയിനിലൂടെ കട്ട് ചെയ്തപ്പോൾ 8 പീസ് കിട്ടി. ഓരോ പീസിനകത്ത് ഒരു ടെട്രായിഡൽ വോയിഡ് ഉണ്ട്. അപ്പോൾ എത്ര ടെട്രായിഡൽ വോയിഡ് ആകെയുണ്ട്? 8. ഗെറ്റ് മീ? യെസ്. എത്ര പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെല്ലുണ്ട് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത്? കോർണറിൽ 1/8 സെന്ററിൽ ഹാഫ് എടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എത്ര പാർട്ടിക്കിളാണ് കിട്ടുക? 4. നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ 4. നമ്പർ ഓഫ് ടെട്രായിഡൽ വോയിഡ് 8. അപ്പോൾ 4-ന് 8, അപ്പോൾ n-ന് 2n. അതുകൊണ്ടാണ് ഫോർ n സ്ഫിയർ 2n ടെട്രായിഡൽ വോയിഡ്സ് കിട്ടുന്നതെന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ടെട്രായിഡൽ വോയിഡിൻ്റെയും ഒക്ടാഡൽ വോയിഡിൻ്റെ എണ്ണം പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി. ഫോർ n സ്ഫിയർ n ഒക്ടാഡൽ വോയിഡ്സ് ഉണ്ടാവും. ഫോർ n സ്ഫിയർ 2n ടെട്രായിഡൽ വോയിഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോളിക്കുലാർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വളരെ രസകരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് മോളിക്കുലാർ ഫോർമുല. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ഒന്ന് ഓർമ്മപ്പെടുത്താം. ഫോർ ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ എത്ര? 4. 8 × 1/8 പ്ലസ് 6 × 1/2 3. 3 + 1 4 അല്ലേ? പാർട്ടിക്കിൾസ് കോർണറിലും ഫേസിൻ്റെ സെൻറ്ററിലും ഉണ്ടാവുക. ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലിലോ? ബോഡിയുടെ സെൻറ്ററിലും കോർണറിലും. സെൻറ്ററിൽ 1, കോർണറിൽ 1/8 × 8 1 + 1 2. പ്രിമിറ്റീവ് സിമ്പിൾ ക്യൂബിക്കായ സാധനമാണെങ്കിലോ 8 × 1/8 1. ഓക്കെ, ഇനി കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയാം. കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് യൂണിറ്റ് സെല്ലിനകത്തേക്ക്? 1/8. ഫേസിൻ്റെ കോൺട്രിബ്യൂഷനോ? ഫേസിൻ്റെ സെൻറ്ററിൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 1/2. എഡ്ജിൻ്റെ കോൺട്രിബ്യൂഷനോ? എഡ്ജിൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 1/4. എഡ്ജിൽ ഇങ്ങനെയും മാത്രമേ നമുക്ക് കത്തി ചലിക്കുള്ളൂ. അപ്പം 1/4 കിട്ടുക. അതുപോലെ സെൻട്രലിലെ കോൺട്രിബ്യൂഷനോ? 1. ഇനി n സ്ഫിയർ ഉണ്ടെങ്കിൽ ടെട്രായിഡൽ വോയിഡ് എത്ര? 2n. അതായത് 4 സ്ഫിയർ ഉണ്ടെങ്കിൽ 8 ടെട്രായിഡൽ വോയിഡ് ഉണ്ടാവും. n സ്ഫിയർ ഉണ്ടെങ്കിൽ എത്ര ഒക്ടാഡൽ വോയിഡ് ഉണ്ടാവും? n തന്നെ. അതായത് 4 സ്ഫിയർ ഉണ്ടെങ്കിൽ 4 ഒക്ടാഡൽ വോയിഡ് ഉണ്ടാവും. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയുമെങ്കിൽ മോളിക്കുലാർ ഫോർമുല എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഈ പറഞ്ഞ ഒന്നും കൂടി നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടി കേൾക്കൂ, ഒന്ന് എഴുതി വെക്കൂ, എന്നിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കൂ. റെഡി? യെസ്, വാ. ഒന്നാമത്തെ പ്രോബ്ലം. A compound is formed by 3 elements. Atoms of N occupy CCP lattice and M occupy body center and A occupy half of the tetrahedral void. What is the formula? അപ്പം n occupy CCP lattice എന്ന് പറയുന്നത് CCPയിലാണ്. CCP എന്ന് പറഞ്ഞാൽ നമുക്കറിയണം 8 കോർണറിൽ 1/8 കോൺട്രിബ്യൂഷൻ പ്ലസ് 6 ഫേസിൽ 1/2 കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ 4 ആയിരിക്കും. CCP എന്ന് പറഞ്ഞാൽ 8 കോർണർ 6 ഫേസ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ എന്നിൻ്റെ എണ്ണം 4 ആണ് കിട്ടി. M occupy ബോഡി സെൻറ്റർ. M ബോഡി സെൻറ്ററിലാണ്. ബോഡി സെൻറ്ററിൽ ഫുൾ കോൺട്രിബ്യൂഷൻ ആണ് അല്ലേ? അപ്പോൾ M ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ M എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് A occupies ഹാഫ് ഓഫ് ദി ടെട്രാഹെഡ്രൽ വോയിഡ്. ഇവിടെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഹാഫ് ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്, 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്, 1/4 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കാണും, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ ഒക്കെ കാണും.
ഒരു പണിയുമില്ല. നിങ്ങൾ ഹാഫ് ഓഫ് ദി ടെട്രാഡ് വേർഡാണ്. അപ്പോൾ ഇവിടെ എത്ര എൻ ഉണ്ട് നോക്കുക. ഈ യൂണിറ്റ് സെൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ CCP പാറ്റേൺ എന്ന് പറയുന്ന ആളായിരിക്കും യൂണിറ്റ് സെൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 പാർട്ടിക്കിൾ നമ്മുടെ ഫോർമുല പ്രകാരം 2n 2 × 4 ടെട്രാഡൽ വേർഡ്സ് ഉണ്ടാവും. 2 × 4 ടെട്രാഡൽ വേർഡ്സ് ഉണ്ടാവും. അത് നമ്മൾ പഠിച്ച നേരത്തെ ഫോർമുല പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ 8 ടെട്രാഡൽ വോയിഡ്സ് ഉണ്ട്. പക്ഷേ ആ 8 ടെട്രാഹിഡ്രൽ വോയിഡ്സിൽ എത്രയിൽ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ? ഇതിൽ പാർട്ടിക്കിൾ ഉള്ളൂ ഹാഫിൽ മാത്രം. അപ്പോൾ 8 ടെട്രാഡൽ വേർഡ്സിൽ 4 ടെട്രാഡൽ വേർഡ്സിൽ മാത്രമേ എന്തുള്ളൂ? 4 ടെട്രാഡൽ വേർഡിൽ മാത്രമേ ആരുള്ളൂ? എ എന്ന് പറയുന്ന എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ 4 ടെട്രാഡൽ വേർഡിൽ എ എന്ന് പറയുന്ന സാധനം 4 മാത്രമേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ ഫോർമുല? N4 MA4. N 4 ആണ്. എമ്മോ ബോഡി സെൻറ്റർ ആയതുകൊണ്ട് 1 ആണ്. M1. ടെട്രാൾ വേർഡ്സ് 8 ഉണ്ടാവും. അതിൻ്റെ പകുതിയിൽ മാത്രമേ ഉള്ളൂ 4 A4. N4 M1 A4. ഇറ്റ് ഇസ് ദ ഫോർമുല. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 elements A and B. Atoms of B occupy all the corners of a cube and A occupies at the edge center. What is the formula of the compound? അപ്പോൾ atoms of B നിൽക്കുന്നത് കോർണേഴ്സിലാണ്. കോർണർ. അപ്പോൾ എല്ലാ കോർണറിലും ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെല്ല് നമ്മൾ കണ്ടുപിടിക്കുക. എല്ലാ പ്രോബ്ലത്തിലും ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ 8 കോർണർ ഉണ്ട്. 8 കോർണറിൽ കോൺട്രിബ്യൂഷൻ ഗുണിക്കുക = 1. ഒരു B പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് B1 എന്ന് എഴുതാം. സിമ്പിളാണ്. 8 കോർണർ മാത്രമേ ഉള്ളൂ എങ്കിൽ 8 × 1 എപ്പോഴും കോൺട്രിബ്യൂഷൻ കൊണ്ട് ഗുണിക്കുക. എ ഒക്കുപ്പൈ ഓൾ ദി എഡ്ജ് സെൻറ്റർ. അപ്പോൾ എ എന്ന് എഴുതുക, എഡ്ജ് സെൻറ്റർ എന്ന് എഴുതുക. അതിലും നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെല്ല് കണ്ടുപിടിക്കുക. എത്ര എഡ്ജ് ഉണ്ട്? 12. എന്താ എഡ്ജിൻ്റെ കോൺട്രിബ്യൂഷൻ? 1/4. അപ്പോൾ എത്ര കിട്ടും? 3. അപ്പോൾ എത്ര എ ആണ്? 3. സോ വാട്ട് ഈസ് ദ ഫോർമുല? A3B. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 3 elements. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 3 elements. ആറ്റംസ് ഓഫ് B ഒക്കുപ്പൈസ് കോർണർ. അപ്പോൾ B എന്ന് പറയുന്ന സാധനം ഒക്കുപ്പൈ ചെയ്യുന്ന കോർണറിലാണ്. B അറ്റ് കോർണർ. അപ്പോൾ നേരത്തെ പ്രോബ്ലം പോലെ തന്നെയാണ്. എന്ത് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെല്ല് കണ്ടുപിടിക്കുക. അപ്പോൾ 8 കോർണർ × 1/8 1. അപ്പോൾ B 1 എന്ന് കിട്ടി. C ഒക്കുപ്പൈസ് ബോഡി സെൻറ്റർ. അപ്പോൾ C ബോഡി സെൻറ്ററിലാണ്. ബോഡി സെൻറ്ററിൽ കോൺട്രിബ്യൂഷൻ ഫുള്ളാണ്. ആരും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ C 1 ആണ്. അപ്പോൾ C1. ആൻഡ് A ഒക്കുപ്പൈസ് ഹാഫ് ഓഫ് ദി ടെട്രാഡൽ വേർഡ്സ്. A ഒക്കുപ്പൈ ചെയ്യുന്നത് ടെട്രാഡൽ വേർഡ്സിൻ്റെ ഹാഫ് ഓഫ് ടെട്രാഡൽ വേർഡ്സ് ആണ്. എന്താണ് ടെട്രാഡൽ വേർഡ്സ്? ഹാഫ് ഓഫ് ദി ടെട്രാഡൽ വേർഡ്സ്. ഫോർ n സ്ഫിയർ ടെട്രാഡൽ വേർഡിൻ്റെ എണ്ണം എത്രയാണ്? ഫോർ n സ്ഫിയർ ടെട്രാഡൽ വേർഡിൻ്റെ എണ്ണം 2n ആയിരിക്കും. ഓക്കെ. ഇവിടെ കോർണറിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 8 പാർട്ടിക്കിൾ കോർണറിലാണ്. ഇത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലാണ് അല്ലേ? അപ്പോൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലാണെങ്കിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും? 4 ഉണ്ടാവും. അപ്പോൾ എത്ര ഒക്ടാഡൽ വേർഡ് ഉണ്ടാവും? 8 ഒക്ടാഡൽ വേർഡ്സ് ഉണ്ടാവും. ആ 8 ഒക്ടാഡൽ വേർഡ്സിൻ്റെ ഹാഫ് എത്ര? 4 അല്ലേ? യെസ്. അപ്പോൾ 8 ടെട്രാഡൽ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹാഫ് എത്ര? 4. അപ്പോൾ നമുക്ക് എ കിട്ടുന്നത് 4. സോ വാട്ട് ഈസ് ദ ഫോർമുല? A4BC. ഓക്കെ, റെഡി. ഇനി മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് വരാം. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 elements X and Y. ആറ്റംസ് ഓഫ് എലമെൻറ്റ് Y മേക്ക് CCP. അപ്പോൾ Y CCP ആണ്. CCP എന്ന് പറഞ്ഞാൽ 8 പാർട്ടിക്കിൾ. CCP എന്ന് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ അർത്ഥം അറിഞ്ഞിരിക്കണം. 8 പാർട്ടിക്കിൾ അറ്റ് 8 കോർണേഴ്സ് ആൻഡ് 6 പാർട്ടിക്കിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് 6 ഫേസ്. അപ്പോൾ 8 × 1/8 പ്ലസ് 6 × 1/2. അങ്ങനെയാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ കണ്ടുപിടിക്കുക. നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ Y എന്ന് പറയുന്നത് 4 കിട്ടി.
ഒന്നുകൂടി ആറ്റംസ് ഓഫ് എലമെൻറ്റ് വൈ മേക്ക് സി സി പി എന്ന് പറഞ്ഞാൽ 8 കോർണറിലും 6 ഫേസിലും കോൺട്രിബ്യൂഷൻ കൊണ്ട് ഗുണിക്കുക 4 എന്ന് കിട്ടി. അപ്പോൾ വൈ എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് 4 കിട്ടി. ഇനി ആൻഡ് ദോസ് ഓഫ് ദി എലമെൻറ്റ്സ് എക്സ് ഒക്കുപ്പൈ ഓൾ ദി ഒക്ടാഡൽ വേർഡ്സ്. എക്സ് ഒക്ടാഡൽ വേർഡിലാണ് ഉണ്ടാവുക. എക്സ് ഒക്ടാഡൽ വേർഡാണ്. ഇപ്പോൾ ഇവിടെ എത്ര വൈ പാർട്ടിക്കിൾ ഉണ്ട്? 4. അപ്പോൾ 4 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഒക്ടാഡൽ വേർഡ് എത്രയായിരിക്കും? 4 ആയിരിക്കും. നമ്പർ ഓഫ് ഒക്ടാഡൽ വേർഡ് ഫോർ എൻ സ്ഫിയർ n ആയിരിക്കുമല്ലോ. അപ്പോൾ n 4 പാർട്ടിക്കിൾ ആണെങ്കിലോ ഒക്ടാഡൽ വേർഡും എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ അതിൽ ഓൾ ദ ഒക്ടാഡൽ വേർഡ്സിൽ എക്സ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ് 4. എക്സ് ഈ 4 ഒക്ടാഡൽ വേർഡ്സിൽ പോയി നിൽക്കുന്നുണ്ട്. 4 പാർട്ടിക്കിൾ ആയതുകൊണ്ട് 4 ഒക്ടാഡൽ വേർഡ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം ആ ഫോർമുല പ്രകാരം. ആ 4ലും പോയി എക്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എക്സ് 4. അപ്പോൾ എന്താ ഫോർമുല? എക്സ് 4 വൈ 4. ഇത് രണ്ടും സെയിം സംഖ്യ ആയതുകൊണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മളിതിനെ ഈക്വൽ ടു എക്സ് വൈ എന്ന് എഴുതും. സോ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് എക്സ് വൈ. എക്സ് 4 വൈ 4 എക്സ് വൈയിലേക്ക് മാറ്റി എഴുതുക. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. Atoms of element B forms HCP lattice and those of element A occupy 2/3 of tetrahedral void. അപ്പോൾ B forms HCP ആണ്. B forms HCP. HCP ആയാലും CCP ആയാലും നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെല്ല് എത്രയാണ്? 4 ആണ്. അതായത് 8 × 1/8 പ്ലസ് 6 × 1/2 നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ എണ്ണം 4 എന്ന് കിട്ടി. ആൻഡ് ദോസ് ഓഫ് എലമെൻറ്റ്സ് എ ഒക്കുപ്പൈ 2/3 ഓഫ് ടെട്രാഡൽ വോയിഡ്സ്. ഇപ്പോൾ 4 ആണെങ്കിൽ 4 സ്ഫിയർ ആണ് ആകെ ഉള്ളെങ്കിൽ 4 പാർട്ടിക്കിൾ ആണ് ഉള്ളതെങ്കിൽ 4 സ്ഫിയർ ഓർ പാർട്ടിക്കിൾ ആണ് ഉള്ളതെങ്കിൽ നമ്പർ ഓഫ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടെട്രാഡൽ വോയിഡ്. നമ്പർ ഓഫ് ടെട്രാഡൽ വോയിഡ് എത്രയാണ്? നമ്പർ ഓഫ് ടെട്രാഡൽ വോയിഡ് എത്രയാണ് ഫോർമുല പ്രകാരം? 2n. അപ്പോൾ 2 × 4 8. 4 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 2n ടെട്രാഡൽ വോയിഡ് ഉണ്ടാവുമെന്ന് പഠിച്ചു. അതാ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതൊക്കെ ഓർത്ത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ 8 കിട്ടി. ആ 8ൽ 2/3 മാത്രമേ ഒക്കുപ്പൈ ചെയ്യുന്നുള്ളൂ. 2/3 മാത്രമേ ഈ എ നിൽക്കുന്നുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്നത് 2/3 ഓഫ് ടെട്രാഹൈഡ്രൽ വേർഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആകെ ടെട്രാഹൈഡ്രൽ വേർഡിനെ 2/3 കൊണ്ട് ഗുണിക്കുക. 8 × 2/3 ഓക്കെ ഈക്വൽ ടു 16/3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കത് എഴുതാം. എത്ര എ കിട്ടി? എ 16/3 ആണ്. എ 16/3 ആണ്. അപ്പോൾ എ 16/3, ബിയോ 4. ഇനി സിമ്പിളായിട്ട് ഈ 3 ഇങ്ങോട്ട് കൊണ്ടുപോകും. അത് അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ഇത് കിട്ടി എ 16, ബി 3 × 4 12. അതിനെ സിംപ്ലിഫൈ ചെയ്താലോ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്കെന്ത് കിട്ടും? എ 3, ബി എ 4, ബി 3 എന്ന് നമുക്ക് കിട്ടും. 4 × 4 16, 3 × 4 12. A4 B3 is the answer. Okay. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ആണ്. സോളിഡിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, കണ്ടക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോളിഡ് വൈഡ് റേഞ്ച് ഓഫ് കണ്ടക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10⁻⁷ മുതൽ 10⁻⁻20 വരെ ഓം ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ് വരെ വൈഡ് റേഞ്ച് ആയിട്ട് 27 ടൈപ്പ് ഓഫ് ഓർഡർ ഓഫ് കണ്ടക്ടിവിറ്റി കാണിച്ചിരിക്കുന്നുണ്ട് സോളിഡ്സ്. അപ്പോൾ ഈ ഒരു കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് നോക്കിയിട്ട് സോളിഡ്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. അതിൽ 10⁻⁷ മുതൽ 10⁻⁴ വരെ ഓം ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ് കണ്ടക്ടിവിറ്റി കാണിക്കുന്നവരെയാണ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് റേഞ്ചായ 10⁻⁷ ആണ് ഓം ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ് ആണ് കണ്ടക്ടിവിറ്റി ഉള്ളതെങ്കിൽ അവർ ഏറ്റവും നല്ല കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി 10⁻⁴ മുതൽ 10⁻⁻6 ഓം ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ് വരെ കണ്ടക്ടിവിറ്റി കാണിക്കുന്നവരെയാണ് സെമി കണ്ടക്ടറുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി 10⁻⁻10 മുതൽ 10⁻⁻20 ഓം ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ് വരെ ആണ് കണ്ടക്ടിവിറ്റി കാണിക്കുന്നതെങ്കിൽ അവരെ എന്ത് വിളിക്കും? ഇൻസുലേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ ഓർത്താൽ പഠിക്കാൻ എളുപ്പമാണ്. ഒരു പോസിറ്റീവ് വാല്യൂയിൽ നിന്ന് നെഗറ്റീവിലെ വാല്യൂയിലേക്ക് ഇങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ,
ആദ്യം പറഞ്ഞത് 10⁻⁷, 10⁴ എത്തി, 10⁴ എന്ന് 10⁻⁻6 എത്തി, 10⁻⁻6 തൊട്ടടുത്തുള്ള 10⁻⁻10 എന്ന് 10⁻⁻20 വരെ എത്തി. അങ്ങനെ ഓർഡർ ഓർത്താൽ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്ന് നിങ്ങൾക്ക് വാല്യൂ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. റെഡി? ഓക്കെ. ഇനി കണ്ടക്ടൻസ് കാണിക്കുന്നത് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിനെ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കും. എന്നാൽ കണ്ടക്ടൻസ് അയോണിന്റെ മൂവ്മെന്റ് മുഖേനയാണെങ്കിൽ അതിനെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ എന്ന് വിളിക്കും. മെറ്റൽസിനകത്തൊക്കെ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റിനകത്തൊക്കെ അയോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കണ്ടക്ടർ നേച്ചർ കാണിക്കുന്ന ഇലക്ട്രോൺ ആവാം, അയോൺ ആവാം എന്ന് മനസ്സിലാക്കുക. ഇനി മെറ്റൽസ് തന്നെ സോളിഡ് ആയ അവസ്ഥയിലും കണ്ടക്ഷൻ കാണിക്കും, അയോണിക് അവസ്ഥയിലും കണ്ടക്ഷൻ കാണിക്കും. ഒരു മെറ്റലിന്റെ കണ്ടക്ഷൻ അതിലെ വാലൻസ് ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ മെറ്റൽസിനകത്ത് വാലൻസ് ഇലക്ട്രോണിന്റെ അവൈലബിലിറ്റിയും അത് മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യുന്നതും ഒക്കെ നോക്കിയിട്ട് മെറ്റൽസ് തന്നെ കണ്ടക്ഷനിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ കാണിക്കും. ഓക്കെ. അപ്പോൾ നമ്മളൊരു ബാൻഡ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉപയോഗിച്ചുകൊണ്ട് ഇനി ഞാൻ എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ, എന്താണ് സെമി കണ്ടക്ടർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ബാൻഡ് തിയറി ഓഫ് മെറ്റാലിക് ബോണ്ടിങ്, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ മെറ്റലിൻ്റെ കണ്ടക്ടിവിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ട് ബാൻഡ് തിയറി നമ്മൾ ഉപയോഗിക്കുന്നു. ബാൻഡ് തിയറിയിലൂടെ കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, സെമി കണ്ടക്ടർ എന്താണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇതിനു വേണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം എല്ലാവർക്കും അറിയാം. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ട്, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു മെറ്റൽ എടുത്തു, ലിഥിയമാണ് മെറ്റൽ. അതിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്, 1s2 2s1 അല്ലേ? യെസ്. ആ 2s1 എടുക്കുക. 2 ലിഥിയം മാറ്റം വന്നാലോ? രണ്ടാളുടെ കയ്യിലും 2s1 ഉണ്ട്. നമ്മുടെ എംഒ ഡയഗ്രാം ഒന്ന് ചിന്തിക്കും മനസ്സിൽ. ഇപ്പുറത്തുള്ള 2sനകത്ത് 1 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, ഇവിടെയുള്ള 2sനകത്ത് 1 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ആ രണ്ടിനകത്തുള്ള ഓരോ ഇലക്ട്രോൺ താഴെയുള്ള സിഗ്മ 2sനകത്തേക്ക് ഫില്ല് ചെയ്തു അല്ലെ, ഓപ്പോസിറ്റ് ആയിട്ട് പെയർ ചെയ്തു. മുകളിലുള്ള സിഗ്മ സ്റ്റാർ 2s എന്തായി? അൺഫിൽഡ് ആയി. അവിടെ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ താഴെ 2 ലിഥിയം മാറ്റം വരുമ്പോൾ സിഗ്മ 1sൽ സിഗ്മ 2sൽ 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 2sൽ 1 ഇലക്ട്രോണും ഇല്ല. ലിഥിയം മെറ്റൽസിനകത്ത് ഇഷ്ടം പോലെ ലിഥിയം ആറ്റം ഉണ്ടാവും. അപ്പോൾ വീണ്ടും 2 ലിഥിയം ആറ്റം വന്നു കഴിഞ്ഞാലോ അതിൻ്റെ സിഗ്മ 2sനകത്ത് 2 ഇലക്ട്രോൺ, അതിൻ്റെ സിഗ്മ സ്റ്റാർ 2sനകത്ത് ഇല്ല. വീണ്ടും 2 ലിഥിയം മാറ്റം വന്നാലോ അതിൻ്റെ സിഗ്മ 2sനകത്ത് 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 2sനകത്തില്ല. ഇഷ്ടം പോലെ ലിഥിയം മാറ്റം വന്നു കഴിഞ്ഞാലോ എല്ലാവരുടെയും സിഗ്മ 2sൽ 2 ഇലക്ട്രോൺ അല്ലേ, എല്ലാവരുടെയും സിഗ്മ 2sനകത്ത് ഒരേ എനർജിയിൽ 2 വീതം ഇലക്ട്രോൺ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അല്ലേ. കുറേ ബാൻഡുകൾ പോലെ നമ്മൾ ഇങ്ങനെ കാണും. സിഗ്മ 2s എല്ലാത്തിലും 2 വീതം ഇലക്ട്രോൺ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഫിൽഡ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് അവിടെ കിട്ടും. ഫിൽഡ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ കിട്ടും. അതിനെയാണ് വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി എല്ലാത്തിൻ്റെയും സിഗ്മ സ്റ്റാർ 2s നോക്കുകയാണെങ്കിൽ എല്ലാം വാക്കൻ്റ് ആയിട്ട് ഇങ്ങനെ അടുത്തടുത്ത് കുറേ വാക്കൻ്റ് ആയ സിഗ്മ സ്റ്റാർ 2s ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ കിട്ടും. അതിലൊന്നും ഇലക്ട്രോൺ ഇല്ല. അതിനെയാണ് എന്ത് വിളിക്കുക? കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കുക. ഓക്കെ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലിഥിയം മെറ്റൽസിനകത്ത് വാലൻസ് ബാൻഡും ഉണ്ടാവും, കണ്ടക്ഷൻ ബാൻഡും ഉണ്ടാവും. ഈ വാലൻസ് ബാൻഡിനകത്ത് ഫുൾ ഇലക്ട്രോൺ ഫിൽഡ് ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡിനകത്ത് ഇലക്ട്രോൺ വാക്കൻ്റ് ആയിരിക്കും, ഇലക്ട്രോൺ ഉണ്ടാവില്ല. ഇവർക്കിടയിലുള്ള ഗ്യാപ്പിനെയാണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി എന്താ സംഭവിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ താഴെയുള്ള വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഗ്യാപ്പ് വളരെ കുറവാവുകയോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുകയോ ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ഒന്നുകിൽ ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും, സുഖമായിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ പറ്റും, കണ്ടക്ടർ ആയിരിക്കും, ഫ്രീ ആയിട്ട് കണ്ടക്ഷൻ നടക്കും. ഓക്കെ. യെസ്. എന്നാൽ ഇൻസുലേറ്റർ ആണെങ്കിലോ ഈ വാലൻസ് ബാൻഡും ഈ കണ്ടക്ഷൻ ബാൻഡും എനർജി ഗ്യാപ്പ് ഫോർബിഡൻ സോൺ വളരെ ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ ഇവിടെ നിന്ന് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ എത്ര ജമ്പ് ചെയ്താലും എവിടത്തേക്ക് എത്തില്ല, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തില്ല. അതുകൊണ്ട് ഇൻസുലേറ്റർ ആകുമ്പോൾ കണ്ടക്ഷൻ നടക്കുകയേയില്ല. എന്നാൽ സെമി കണ്ടക്ടർ ആണെങ്കിലോ ഗ്യാപ്പ് കുറച്ച് കുറയും. അതായത് നേരത്തെ പറഞ്ഞ
കണ്ടക്ടറിനേക്കാളും ഗ്യാപ്പ് കൂടുതലായിരിക്കും, സെമി കണ്ടക്ടറിനേക്കാളും ഗ്യാപ്പ് കുറവായിരിക്കും. ഒരു മീഡിയം റേഞ്ചിലായിരിക്കും എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കുക. ഇപ്പം നോർമലി ഇലക്ട്രോണിന് ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്ത് അവിടത്തേക്ക് എത്താൻ പറ്റും ചിലപ്പോൾ. ഇനി എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഒന്നും കൂടി ജമ്പ് ചെയ്ത് എവിടത്തേക്ക് എത്തും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് സംവാട്ട് മീഡിയം ഓഫ് കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ആണ്. സാധാരണഗതി ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ജമ്പ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. ക്ലിയർ? ക്ലിയർ. ഇതാണ് ബാൻഡ് തിയറി ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്. ബാലൻസ് ബാൻഡിനെ കുറിച്ച് പറയണം, കണ്ടക്ഷൻ ബാൻഡിനെ കുറിച്ച് പറയണം, എനർജി ഗ്യാപ്പിനെ കുറിച്ച് പറയണം. അത് ആദ്യം ഒരു പാരഗ്രാഫിൽ എഴുതണം. പിന്നെ ഈ കാണുന്ന ഡയഗ്രാം വരയ്ക്കണം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെമി കണ്ടക്ടറിനെ കുറിച്ചിട്ടാണ്. സെമി കണ്ടക്ടർ അതിൻ്റെ കണ്ടക്ടിവിറ്റി പ്രാക്ടിക്കലി അത് അത്ര യൂസബിൾ അല്ല. അതിൻ്റെ കണ്ടക്ടിവിറ്റി അത് കാണിക്കുന്ന ഒരു കണ്ടക്ഷൻ ചൂടാക്കിയാലും അത് കാണിക്കുന്ന ഒരു കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അത്രത്തോളം നമുക്കത് യൂസബിൾ ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെയാണ് എക്സ്ട്രിൻസിക് കണ്ടക്ഷൻ, അല്ലെങ്കിൽ ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. പുറമേ നിന്ന് ആരെങ്കിലും ആഡ് ചെയ്തിട്ട് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അത്തരം കണ്ടക്ഷനെയാണ് എക്സ്ട്രിൻസിക് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. തൊട്ട് മുമ്പേ പറഞ്ഞതൊക്കെ ഇൻട്രിൻസിക് കണ്ടക്ഷൻ ആണ് കേട്ടോ. അവിടെ ഇന്റേണൽ മൂവ്മെന്റ്സ് ഓഫ് ഇലക്ട്രോൺസ്, ഇന്റേണൽ മൂവ്മെന്റ് ഓഫ് അയോൺസ് ഒക്കെയാണ് സംഭവിക്കുന്നത്. ഇൻട്രിൻസിക് കണ്ടക്ഷൻ ആണ്. ഇപ്പോഴും പറയുന്നത് എക്സ്ട്രിൻസിക് കണ്ടക്ഷൻ ആണ്. രണ്ടൊന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ, ഡോപ്പിംഗ്. അപ്പോൾ ഡോപ്പിംഗ് നടത്തുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോകും. രണ്ട് തരത്തിൽ ഡോപ്പിംഗ് ഉണ്ട്. ഡോപ്പിംഗ് മുഖേന എൻ ടൈപ്പ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും, പി ടൈപ്പ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും, സെമി കണ്ടക്ടേഴ്സും ഉണ്ടാവും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ടാവും. നമ്മൾ 14th ഗ്രൂപ്പ് മെമ്പറായ സിലിക്കൺ ജർമാനിയം എടുക്കുക. ഫസ്റ്റ് കാർബൺ അങ്ങ് വിടുക, ബാക്കി സിലിക്കൺ ജർമാനിയം എന്നുള്ളത് എടുക്കുക. സിലിക്കൺ എടുക്കുക. സിലിക്കണിന്റെ ബാലൻസ് ഇലക്ട്രോൺ എത്രയുണ്ട്? 4 ഉണ്ട്. 1, 2, 3, 4 അങ്ങനെ മാർക്ക് ചെയ്യാം ലൂയിസ് സ്ട്രക്ചർ പ്രകാരം. ഓക്കെ, അങ്ങനെ കുറേ സിലിക്കൺ ആറ്റം ഉണ്ടെങ്കിൽ ഓരോ സിലിക്കൺ ആറ്റത്തിന് ചുറ്റും 4 വീതം ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ അവർ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ക്ലിയർ? ഓക്കെ, അതിനകത്തേക്ക് ഡോപ്പിങ്ങിന്റെ ഭാഗമായി എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് തൊട്ടടുത്ത ഗ്രൂപ്പായ 15th ഗ്രൂപ്പിലെ ഫോസ്ഫറസോ ആഴ്സനിക് ആണോ എന്ന് വിചാരിക്കുക. ഒന്നിക്കൽ ഫോസ്ഫറസ് അല്ലെങ്കിൽ ആഴ്സനിക്. അപ്പോൾ അതിങ്ങനെ ഈ സിലിക്കണിന്റെ ക്രിസ്റ്റൽസിനകത്തേക്ക് വരുമ്പോൾ ഒരു സിലിക്കൺ ആറ്റം ഒന്ന് പുറത്തേക്ക് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് ആര് നിൽക്കും? ഫോസ്ഫറസ് വന്ന് നിൽക്കും. ഫോസ്ഫറസിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. ചുറ്റുമുള്ള സിലിക്കണിലേക്ക് കൊടുക്കാൻ വേണ്ടി എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ വേണ്ടി, കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ഇലക്ട്രോണേ വേണ്ടു? 4 വേണ്ടു. ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു, ഒന്ന് ഇവിടെ കൊടുത്തു, ഒന്ന് ഇവിടെ കൊടുത്തു, ഒന്ന് ഇവിടെ കൊടുത്തു. എല്ലാം ചുറ്റുമുള്ള 4 സിലിക്കണും കൊടുത്തു അല്ലേ? അപ്പോൾ 5ാമത് ഇലക്ട്രോൺ ആരുടെ കയ്യിലുണ്ട്? ഈ ഫോസ്ഫറസിന്റെ കയ്യിലോ ആഴ്സനിക്കിന്റെ കയ്യിലുണ്ട്. കാരണം അത് 15th ഗ്രൂപ്പാണ്, വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. അങ്ങനെ സിലിക്കണിന്റെ ചില ഇടയ്ക്കിടയ്ക്ക് ഓരോ സിലിക്കൺസിനെയൊക്കെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആഴ്സനിക് ആറ്റമോ ഫോസ്ഫറസ് ആറ്റം വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും എന്തുണ്ടാവും? ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഫ്രീ ഉണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോൺ സിലിക്കൺ ആറ്റത്തിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടക്ഷനെയാണ് എൻ ടൈപ്പ് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് വെൻ സിലിക്കൺ ഈസ് ഡോപ്ഡ് വിത്ത് 14th group element silicon is doped with 15th group element arsenic, free electrons are formed. That free electron is responsible for conduction. It is called n type semiconductor. Ready? അത്ര എഴുതുന്നു. ഇനി പറയുന്ന രണ്ടാമത്തെ കേസാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇതേ സിലിക്കൺ ആറ്റത്തിനകത്തേക്ക് തൊട്ട് മുമ്പേ ഉള്ള 13th ഗ്രൂപ്പിലെ അലുമിനിയമോ ഗാലിയമോ ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം മെല്ലെ വന്ന് ഒരു സിലിക്കൺ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഒരു ബോറോൺ അവിടെ വന്നു നിന്നാൽ, അല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ ഗാലിയം അവിടെ വന്നു നിന്നാൽ അവരുടെ കയ്യിൽ 3 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഇവർ 13th ഗ്രൂപ്പാണ്, 3 വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ സിലിക്കൺ തൊട്ട് ചുറ്റുമുള്ള 3 സിലിക്കണുമായിട്ട് ഷെയർ ചെയ്ത് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. 4ാമത്തെ സിലിക്കണുമായി ഷെയർ ചെയ്യാൻ വേണ്ടി ബോറോണിന്റെ കയ്യിലോ അലൂമിനിയത്തിന്റെ കയ്യിലോ ഗാലിയത്തിന്റെ കയ്യിലോ എന്തില്ല? ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ അവിടെ ഒരു ഹോൾ ഫോം ചെയ്യും. ഓക്കെ, ആ ഹോള് കാണുമ്പോൾ തൊട്ട അപ്പുറത്തുള്ള സിലിക്കണിനകത്തുള്ള ഇലക്ട്രോൺ ആ ഹോളിലേക്ക് ജമ്പ് ചെയ്യും. അപ്പം അത് ഫില്ലാവും, അവിടെ ഒരു ഹോൾ വരും. ആ ഹോള് കാണുമ്പോൾ അപ്പുറത്തുള്ള സിലിക്കണകത്ത് ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഹോൾ വരും. ശരിക്കും പറഞ്ഞാൽ ഹോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നതായി കാണും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഹോൾസ് ജമ്പ് ചെയ്ത് ബാക്കോട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഹോൾ വരും, അവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഹോൾ വരും.
ഹോൾ പോസിറ്റീവ് ആയിട്ടാണ് പോസിറ്റീവ് ഹോൾ എന്നാ പറയുക, പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്നാ പറയുക. അത് നെഗറ്റീവിന്റെ ഭാഗത്തേക്കും ഇലക്ട്രോൺ പോസിറ്റീവിന്റെ ഭാഗത്തേക്കും മൂവ് ചെയ്യും, അവിടെയും കണ്ടക്ഷൻ നടക്കും. അതിനെയാണ് പി ടൈപ്പ് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സെമി കണ്ടക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് എഴുതേണ്ടത്. നിങ്ങൾ തുടങ്ങേണ്ടത് സെമി കണ്ടക്ടർ പ്രാക്ടിക്കലി അത്ര യൂസബിൾ അല്ല, അതുകൊണ്ട് അതിന്റെ എക്സ്ട്രിൻസിക് കണ്ടക്ഷൻ ഡോപ്പിംഗ് നടത്തിയിട്ടാണ് ഇതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുണ്ട്, എൻ ടൈപ്പ്, പി ടൈപ്പ്. 14th 15th വരികയാണെങ്കിൽ എൻ ടൈപ്പ്, 14th ഗ്രൂപ്പിലേക്ക് 13th ഗ്രൂപ്പ് വരികയാണെങ്കിൽ പി ടൈപ്പ്. അത് മനസ്സിൽ ഉറപ്പിക്കുക, ഈ കാണുന്ന ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, യെസ്. ഇനി പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഇനി കാണുന്ന സ്ലൈഡ് നോക്കിയിട്ട് നിങ്ങളിത് പഠിച്ചു വെക്കുക. ഒന്നാമത്തത്, ഡയോഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് ഈസ് യൂസ്ഡ് ആസ് റെക്ടിഫയർ. റെക്ടിഫയർ ഉപയോഗിക്കുന്ന ഡയോഡ് എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. അതുപോലെ എൻ പി എൻ ആൻഡ് പി എൻ പി ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ഓർ ആംപ്ലിഫൈ റേഡിയോ ഓർ ഓഡിയോ സിഗ്നൽസ്. റേഡിയോ സിഗ്നൽസിനെയും ഓഡിയോ സിഗ്നൽസിനെയും ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ പി എൻ, പി എൻ പി ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നു. സോളാർ സെൽസ് ഈസ് ആൻ എഫിഷ്യന്റ് ഫോട്ടോ ഡയോഡ് യൂസ്ഡ് ഫോർ കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻടു ഇലക്ട്രിക് എനർജി. ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജിയെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സോളാർ സെൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ എഫിഷ്യന്റ് ആയ ഒരു ഫോട്ടോ ഡയോഡാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. എവറി സബ്സ്റ്റൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന്റെ ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രോൺസ് ഒരു ടൈനി മാഗ്നറ്റ് ആയിട്ട്, ഒരു ചെറിയൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺസിന് ഈ മാഗ്നറ്റിക് നാച്ചർ വരുന്നത് ഇലക്ട്രോൺ ഷെല്ലിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോഴുള്ള ഓർബിറ്റിനകത്തൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓർബിറ്റൽ മോഷൻ മുഖേനയും ഇലക്ട്രോൺ അതിന്റെ ആക്സിസിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പിൻ റൊട്ടേഷൻ മുഖേനയുമാണ്. ഓക്കെ, ഇലക്ട്രോൺ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള മാഗ്നറ്റിക് മൊമെന്റിന്റെ അടിസ്ഥാനത്തിൽ സോളിഡിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, സെക്കൻഡ് വൺ ഈസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, തേർഡ് വൺ ഈസ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഫോർത്ത് വൺ ഈസ് anti-ferromagnetic substance and fifth one is ferrimagnetic substance. Paramagnetism, diamagnetism, ferromagnetism, anti-ferromagnetism, ferrimagnetism. ആദ്യം നമ്മൾ പറഞ്ഞ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇത്തരം സബ്സ്റ്റൻസിനകത്ത് മാഗ്നറ്റിക് മൊമെന്റ്സ് ഈക്വൽ ആയിട്ട് മുകളിലോട്ടും താഴോട്ടും ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് മൊമെന്റ്സ് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. ഓക്കെ, എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് NaCl, അതുപോലെ വാട്ടർ, അതുപോലെ ബെൻസീൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്താണ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ സാന്നിധ്യം കുറവായിരിക്കും. അത് വീക്ക്ലി റിപ്പൽഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, യെസ്. ഇനി പറയാൻ പോകുന്നതാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ദേ കണ്ടെയ്ൻസ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് they get magnetized and magnetic moments are aligned in same direction. Magnetic moments same directionലേക്ക് അത് അലൈൻ ചെയ്ത് നിൽക്കും. ഓക്കെ, മാത്രമല്ല they show magnetism only in the presence of magnetic field. മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ മാഗ്നറ്റിക് മൊമെന്റ്സ് അലൈൻ ചെയ്തിട്ട് ആ മാഗ്നറ്റിസം കാണിക്കുകയുള്ളൂ. ആ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിസം അതിന് നഷ്ടപ്പെടും. അതിന് എക്സാമ്പിൾ മാത്രം ഇതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഡയാമാഗ്നറ്റിനെ അപേക്ഷിച്ച് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ U2+, Fe3+, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസും മനസ്സിലായല്ലോ. അതിനകത്ത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പെയ്ഡ് ഇലക്ട്രോൺസ് ആണ്, ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വീക്ക്ലി റിപ്പൽഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ മനസ്സിലായി. വാട്ടർ, NaCl, ബെൻസീൻ തുടങ്ങിയ സാധനങ്ങൾ ഇതിൻ്റെ എക്സാമ്പിൾ മനസ്സിലായി. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം പെയ്ഡ് ആയിട്ട് ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന എക്സാമ്പിൾ ഒക്കെ എന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ NaCl Na11
CL 17, 17, 11 കൂടിയാൽ 28. അപ്പോൾ അത് ഈവൺ നമ്പറാണ്. അങ്ങനെ ഈവൺ നമ്പർ വരുന്നതൊക്കെ എന്താണ്? ഡയാമാഗ്നറ്റിക് എന്ന് ഓർത്താൽ മതി. പാരാമാഗ്നറ്റിക് ആകുമ്പോൾ ഓഡ് നമ്പർ ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, Fe3+ എന്ന് പറയുമ്പോൾ എന്താണ്? Feയുടെ അറ്റോമിക് നമ്പർ 26 ആണ്. 26 3 പോയാൽ എത്രയാണ്? 26 3 പോയാൽ 23. അപ്പോൾ 23 ഈ ഓഡ് നമ്പറാണ്. സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. Cu2+, Cu 29 ആണ്. 2 പോയാൽ 27. അപ്പോൾ ഈവൺ ഓഡ് നമ്പറാണ്. സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അങ്ങനെ ഓർക്കാനാണ് അതിൻ്റെ ഒരു വഴി. ഓക്കെ, റെഡി. ഇനി പറയുന്നതാണ് ferromagnetic substance. Ferromagnetic substance are similar to paramagnetic substance. They show magnetism even in the absence of magnetic field. അവർ സ്ട്രോങ് മാഗ്നറ്റിസം കാണിക്കും പാരാമാഗ്നറ്റിസിനെ അപേക്ഷിച്ച്. മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും അവർ മാഗ്നറ്റിസം കാണിക്കും. ഇത്തരം മെറ്റൽ അയോൺസിൻ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചിട്ട് ഡൊമൈൻ ഫോം ചെയ്യും. ആ ഡൊമൈൻ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ട് ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്ത് നിൽക്കും. ഈ കാണിക്കുന്ന പോലെ ഒരേ ഡയറക്ഷനിലേക്ക് മാഗ്നറ്റിക് ഡൊമൈൻ അറേഞ്ച് ചെയ്ത് നിൽക്കുമ്പോൾ അതാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അയൺ, കൊബാൾട്ട്, നിക്കൽ ഇതൊക്കെ സ്ട്രോങ് ആയി മാഗ്നറ്റിസം കാണിക്കുന്ന ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. പാരാമാഗ്നറ്റിസിനെ അപേക്ഷിച്ച് ഇവർ സ്ഥിരമായിട്ട് കാണിക്കും. അവരാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ മാത്രമേ കാണിക്കുള്ളൂ. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി അടുത്ത പറയുന്നതാണ് ആന്റി ഫെറോമാഗ്നറ്റിസം. ഈ മാഗ്നറ്റിക് ഡൊമൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിട്ട് വരികയാണെങ്കിൽ, ഈ കാണിച്ച പോലെ തുല്യമായിട്ട് വരികയാണെങ്കിൽ അതാണ് ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. MnO എന്ന് പറയുന്ന കോമ്പൗണ്ട് അതിന് എക്സാമ്പിൾ ആണ്. മുകളിലോട്ടുള്ള മാഗ്നറ്റിക് ഡൊമൈന് താഴോട്ടുള്ള മാഗ്നറ്റിക് മൊമെന്റ് ക്യാൻസൽ ചെയ്തിട്ട് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അത്തരം സബ്സ്റ്റൻസ് എക്സാമ്പിൾ ആണ് MnO. അപ്പോൾ എന്താണ് ആന്റി ഫെറോമാഗ്നറ്റിസം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ലാസ്റ്റ് വൺ ആണ് ഫെറി മാഗ്നറ്റിസം. ഫെറി മാഗ്നറ്റിസം പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ്സ് അൺഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. മുകളിലോട്ടുള്ള മാഗ്നറ്റിക് ഡൊമൈന് ഓപ്പോസിറ്റ് ആയിട്ട് ഡൊമൈനും ഈക്വൽ ആയിട്ട് വരണമെന്നില്ല. അൺഈക്വൽ ആയിട്ട് വരുമ്പോൾ അത്തരം മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയാണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. Fe3O4 അതിന് എക്സാമ്പിൾ ആണ്. ഓർക്കുക, ഹയർ ടെമ്പറേച്ചറിൽ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായി മാറും? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ഫെറോമാഗ്നറ്റിസവും ആന്റി ഫെറോമാഗ്നറ്റിസവും ഫെറി മാഗ്നറ്റിസവും. അതിന്റെ ഡയഗ്രമാറ്റിക് സ്കെച്ച് ഒന്നുകൂടി ഓർത്ത് വെക്കുക. ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്നത് ഫെറോമാഗ്നറ്റിസം, ഈക്വൽ ആയിട്ട് മുകളിലോട്ട് താഴോട്ട് നിൽക്കുന്നത് ആന്റി ഫെറോമാഗ്നറ്റിസം, അൺഈക്വൽ ആയിട്ട് മുകളിലോട്ട് താഴോട്ട് നിൽക്കുന്നത് ഫെറി മാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് കൂടി ഇവിടെ അവസാനിച്ചു. ഓക്കെ, ക്ലാസ് അവസാനിച്ചു. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് 10 എപ്പിസോഡുകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ആ 10 എപ്പിസോഡുകളും ഒരുപാട് വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട്. ഒരുപാട് കമൻസ് ഉണ്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഏതായാലും അടുത്തായിട്ടൊരു എക്സാം വെക്കുകയാണ്. ആ എക്സാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്കിൽ കൊടുക്കാം. ഇതിനകത്ത് ഇത് കാണുന്ന മുഴുവൻ കുട്ടികൾ വാട്സപ്പിൽ ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക. കാരണം എക്സാം വാട്സപ്പിലൂടെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടീച്ചേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ടീച്ചേഴ്സ് വേണ്ടി നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുവരെ ക്ലാസ് കണ്ടതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. സോൾഡ് സ്റ്റേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നമുക്കിനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് എക്സാമിന് ശേഷം വീണ്ടും കാണാം. ബൈ ബൈ.